ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡിസ്കസ് ചെയ്തത്. അതായത് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. നമ്മുടെ ബിസിനസ് നടത്തിയിട്ട് എത്ര ഫണ്ട് കിട്ടി അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തത്. അതിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അത് നമുക്ക് 3 മെത്തേഡിൽ കൂടെ വർക്കൗട്ട് ചെയ്യാം. അതിലൊന്നാമത്തെ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡാണ്. അത് ജസ്റ്റ് തിയറി മാത്രം പഠിച്ചാൽ മതി. സെക്കൻഡ് ആൻഡ് തേർഡ് മെത്തേഡാണ് പ്രോബ്ലം ആയിട്ട് വരിക. ഒന്നല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ കൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് മെത്തേഡിൽ കൂടെ വരയ്ക്കാം. ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബെറ്റർ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ കൂടെ പ്രിപ്പയർ ചെയ്യലാണ്. അക്കൗണ്ട് മെത്തേഡിൽ കൂടെ തന്നെ കണ്ടുപിടിക്കണമെന്ന് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് മെത്തേഡിൽ കൂടെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബെറ്റർ ഏതിൽ കൂടെയാണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ കൂടെ കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം പർട്ടിക്കുലേഴ്സ് 2 വർഷങ്ങളിലത്തെ പർട്ടിക്കുലേഴ്സാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 31/12/2013 അതുപോലെ 31/12/2014 ഇയർ എൻഡിങ്ങിലത്തെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, P&L അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മളോട്, ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. അതിനെന്തൊക്കെയാണ്? ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2013 എത്രയായിരുന്നു? 1 lakh ആയിരുന്നു. 14 ആയപ്പോൾ അത് എത്രയായി മാറി? 90,000 ആയിട്ട് മാറി. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുഡ് വിൽ കുറയുകയാണെങ്കിൽ അത് എന്തായിട്ട് എടുക്കണം? ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 2013 1 ലക്ഷം ഉണ്ടായിരുന്നത് 90,000 ആയിട്ട് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? 10,000 റുപ്പീസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ അതിനെ നമുക്ക് 10,000 റുപ്പീസ് കുറച്ചിട്ടാണ് നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 10,000 എന്ന് പറഞ്ഞിട്ടാണ് എന്തെന്ന് എഴുതേണ്ടത്? ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്. ഇതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ് 2013 എത്രയുണ്ടായിരുന്നു? 20,000 ഉണ്ടായിരുന്നു. 14 ആയപ്പോൾ അത് 15,000 ആയിട്ട് മാറി. അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയ്ക്ക് എമൗണ്ട് കുറഞ്ഞു. അതായത് നമ്മളത് റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? 20,000 എന്നുള്ളത് 15,000 നമ്മൾ ഡിഫറൻസ് പറയുന്നത് എത്രയാണ്? 5,000 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് അത് കിട്ടി. എത്ര കിട്ടി? 5,000 നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് ജനറൽ റിസർവ്. ജനറൽ റിസർവ് നോക്കുക. എന്താണ് തന്നിരിക്കുന്നത്? 40,000 എന്നുള്ളത് 50,000 ആയിട്ട് കൂടി. അതെന്താണ്ടായി? ജനറൽ റിസർവ് കൂടാനുണ്ടായത്. മറ്റേതൊക്കെ എന്താ? കുറഞ്ഞു. അതായത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. അത് അസറ്റാണ്, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. ജനറൽ റിസർവ് എന്താണ്ടായ? 40,000 എന്നുള്ളത് 50,000 ആയിട്ട് കൂടി. അതിൻ്റെ അർത്ഥം 10,000 റുപ്പീസ് നമ്മൾ പുതുതായിട്ട് ആ വർഷം ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് 10,000 റുപ്പീസ് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ അടുത്താണ് തന്നിരിക്കുന്നത് P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്. P&L അക്കൗണ്ട് 1,20,000 തന്നിട്ടുണ്ട്, 90,000 തന്നിട്ടുണ്ട്. അപ്പോൾ 1,20,000 2013 1,20,000 എന്തായിരിക്കും? 14 ഓപ്പണിംഗ് ആയിരിക്കും. അപ്പോൾ 1,20,000 ഓപ്പണിംഗ് ആയിട്ടും എഴുതാം. ദെൻ 90,000 എന്തായിട്ട് എഴുതാം? ക്ലോസിംഗ് ആയിട്ടും എഴുതാം. ഏത് മെത്തേഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ? അക്കൗണ്ട് മെത്തേഡായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയായിട്ട് എഴുതാം. ഒരെണ്ണം ഓപ്പണിംഗ് ആയിട്ട് എടുക്കാം, മറ്റേത് ക്ലോസിംഗ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് നേരത്തെ പറഞ്ഞു വേണം, ക്വസ്റ്റ്യൻ നമുക്ക് ഏത് മെത്തേഡിൽ കൂടെ ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ കൂടെ ചെയ്യുന്നതാണ് നല്ലത്. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് അക്കൗണ്ട് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഏത് ഉപയോഗിച്ചാൽ മതി? സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആണ് നമുക്ക് ആവശ്യം. നോക്കുക. 1,20,000 2013 P&L അക്കൗണ്ട് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 1,20,000 ആയിരുന്നു. 14 ആയപ്പോൾ അത് 90,000 ആയിട്ട് കുറഞ്ഞു. അതായത് 30,000 രൂപ ലോസ് ആണ് ഉണ്ടായത്. നെറ്റ് പ്രോഫിറ്റിന് പകരം എന്താണ്? നെറ്റ് ലോസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 വർഷങ്ങളിലത്തെയും P&L അക്കൗണ്ടിൻ്റെ എമൗണ്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് എത്രയാണോ ആ ഡിഫറൻസ് എമൗണ്ട്, ആ ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആദ്യത്തെ കൊല്ലം 1,20,000 ആയിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോൾ 90,000 ആയിട്ട് കുറയാണ് ഉണ്ടായത്. അതായത് നമുക്ക് 30,000 രൂപ വരെ ലോസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.
നെറ്റ് പ്രോഫിറ്റ് ഇതിനോടത്ത് എന്ത് ചെയ്താൽ മതി, നെറ്റ് ലോസിന് എഴുതിയാൽ മതി, എമൗണ്ട് നെഗറ്റീവായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിക്കുക, കുറഞ്ഞത് കൊണ്ട് -30,000 എഴുതേണ്ടതായിട്ട് വരും. അടുത്തത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. 30,000 എന്നുള്ളത് 42,000 ആയിട്ട് കൂടി. അതായത് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പോലെ തന്നെ പ്രൊവിഷൻ ഫോർ റിസർവിലേക്കും ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എത്ര എമൗണ്ട് ആണ്? 12,000 റുപ്പീസ്. അതാണ് നമ്മുടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏതാ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 12,000 എഴുതാം. ഓക്കെ, അടുത്ത് നമ്മൾ ശ്രദ്ധിക്കണം പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്. ഞാൻ അന്ന് നോൺ കറണ്ട് അക്കൗണ്ടുകൾ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണെങ്കിൽ 2 വർഷത്തെ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എഴുതും. അതുപോലെ ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യും. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യും. അതന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയില്ലെങ്കിൽ ഒന്നും കൂടിയും പറയുന്നു. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണെങ്കിൽ ആദ്യത്തെ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് ആയിട്ട് ആക്ച്വൽ ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈ 4ാമത്തെ സ്റ്റെപ്പിൽ ഫ്ലോ ഓഫ് ഫണ്ടായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ദെൻ ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ് എന്തായിട്ട് ആക്ച്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പ്രപ്പോസ്ഡ് ഡിവിഡൻഡിൻ്റെ ഡിഫറൻസ് എമൗണ്ട് അല്ല കണ്ടുപിടിക്കേണ്ടത്. ഈ വർഷത്തെ ആക്ച്വൽ എമൗണ്ട് ഓഫ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന് മാത്രമുള്ള പ്രത്യേകതയാണ്, ഡിഫറൻസ് എമൗണ്ട് അല്ല. ഈ വർഷത്തെ ആക്ച്വൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത് ഒരു ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിനേക്കാളും വ്യത്യാസമുള്ളൊരു പ്രോബ്ലമാണ്. ഇന്നലെ വരെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് മാത്രം തന്നിട്ട് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനുണ്ടായത്. ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ട് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ഫിഗേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് വിൽ ആയാലും പ്രിലിമിനറി എക്സ്പെൻസസ് ആയാലും കുറയാണ് ഉണ്ടാവുക. അപ്പോൾ അത് റൈറ്റ് ഓഫ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ജനറൽ റിസർവും പ്രൊവിഷനൊക്കെ കൂടി അതിൻ്റെ അർത്ഥം ആ വർഷം പുതിയ എമൗണ്ട് നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദെൻ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. ഡിഫറൻസ് എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ വർഷം കുറഞ്ഞതുകൊണ്ട് അത് നെറ്റ് ലോസ് ആയിട്ട് കാണണം. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് മാത്രമേ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത് ഇവിടെയല്ല കാണിക്കുക, അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ കാണിക്കേണ്ടത്. പക്ഷേ ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നെയായിട്ട് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് ഇത് പുതിയൊരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ കൂടെ ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കാനായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. പെർട്ടിക്കുലേഴ്സും എമൗണ്ടും ആദ്യം എന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഈ പ്രോബ്ലത്തിൽ എന്താണ്, നെറ്റ് പ്രോഫിറ്റ് അല്ല നെറ്റ് ലോസ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം, നെറ്റ് ലോസ് ഫോർ ദി ഇയർ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്യാഷ് ഫ്ലോ ഇപ്പോൾ പഠിക്കുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആയാലും ഇത് നമുക്ക് പഠിക്കാനല്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലായാലും നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ മൈനസ് സൈൻ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതായത് നമ്മളിപ്പോൾ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ സാധാരണ മൈനസ് ചിഹ്നം ഇടാറില്ലേ, അതുപോലെ ഇടാനായിട്ട് പാടില്ല. അത് ഒരു ഇഫ് ഇറ്റ് ഇസ് എ നെഗറ്റീവ് ഫിഗർ പുട്ട് ഇറ്റ് ഇൻ എ ബ്രാക്കറ്റ്, നമ്മൾ അതിനെ ബ്രാക്കറ്റിലാണ് ഇടുക. അതായത് ആ ബ്രാക്കറ്റ് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണത്, നെഗറ്റീവ് ഫിഗർ ആണ്, കുറയ്ക്കേണ്ട എമൗണ്ട് ആണ്. ഓക്കെ, അത് ഇതിനേക്കാൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ നിർബന്ധമുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണ്. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ ഒരു കാരണവശാലും നെഗറ്റീവ് സൈനെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതേസമയം നമുക്ക് നെഗറ്റീവ് സൈൻ ഇടുന്നിടത്ത് പകരം നമ്മൾ എന്തിടാം, ബ്രാക്കറ്റിലിടാം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇട്ടേക്കണത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അത്ര നിർബന്ധമില്ല, പക്ഷേ അത് യൂസ് ചെയ്യാൻ തന്നെയാണ് നല്ലത്. നെറ്റ് ലോസ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് സാധാരണ ഔട്ടർ കോളത്തിലല്ലേ എഴുതാറ്, അതുപോലെ തന്നെ ഇതും ഔട്ടർ കോളത്തിലിടാം. നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് അതിന് ബ്രാക്കറ്റിലിടാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, -30,000 തന്നെയാണ് അതിൻ്റെ മീനിങ്. പക്ഷേ നെഗറ്റീവ് സൈൻ ഇടുന്നതിന് പകരം ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, ദെൻ ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമ്മൾ നേരത്തെ ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതായിരുന്നു, അത് ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി. ആദ്യത്തെ എന്തായിരുന്നു, ഗുഡ് വിൽ ആയിരുന്നു. നമ്മളത് 10,000 റുപ്പീസ് റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഇത് എഴുതാം, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 10,000. സെക്കൻഡ് വൺ പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എത്ര എമൗണ്ട് ആണ് ഡിഫറൻസ്, 5,000. ദെൻ ഒരു 10,000 റുപ്പീസ് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം, ജനറൽ റിസർവ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് 10,000 എന്ന് എഴുതാം. ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 12,000. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, നേരത്തെ പറഞ്ഞോളാം ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് മാത്രമാണ്, അത് ഫുൾ എമൗണ്ട് കാണിക്കണം, അല്ലാതെ ഡിഫറൻസ് എമൗണ്ട് അല്ല. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് 30,000 എന്ന് എഴുതാം. പിന്നെ ആ ക്വസ്റ്റ്യനിൽ വേറെ
നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യും വേണ്ട. ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആഡ് ചെയ്യില്ല, ലെസ് ചെയ്യും വേണ്ട. ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കുറിച്ച് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രമല്ല അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കിട്ടും? 67,000 ആണ് അതിൻ്റെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളുടെ ടോട്ടൽ വരിക. ഇനി നമ്മൾ ഔട്ടർ കോളം ടോട്ടൽ ചെയ്യുക. പ്ലസ് 67,000 ഉണ്ട്, മൈനസ് 30,000 ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ സാധാരണ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ടാണ് ഇടാറ്. പക്ഷേ ഇത് നെറ്റ് ലോസ് നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് നമ്മൾ 67,000-ൽ നിന്ന് 30,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 37,000 കിട്ടി. അതാണ് നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ മാത്രമാണ്. ആ എമൗണ്ട് കാൽക്കുലേഷൻ മാത്രം പുതുതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ മെത്തഡ് എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ 2 വർഷത്തെ ഫിഗേഴ്സാണ് തന്നതെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് എന്താണ് നമ്മൾ ചെയ്ത പ്രോഗ്രാംസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ആകെ 1 വർഷത്തെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ 2 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കണമെന്ന് വെച്ചാൽ ഈ രീതിയിലാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ക്വസ്റ്റ്യനിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രമുള്ള ഇൻകംസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ മാത്രം ചെയ്യുക, ലെസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇങ്ങനത്തെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത ആ പ്രോബ്ലം ഇനി അക്കൗണ്ട് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ബൈ ചാൻസ് ആ സെയിം പ്രോബ്ലം അക്കൗണ്ട് മെത്തേഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സെയിം പ്രോബ്ലം അണ്ടർ അക്കൗണ്ട് മെത്തേഡ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. ആ അക്കൗണ്ട് വരച്ചിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ ഈ അക്കൗണ്ടിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആയിട്ട് എഴുതാം. P&L അക്കൗണ്ട് ഏത് സൈഡിലാണ് വരിക? ലൈബിലിറ്റി സൈഡിലാണ് വരിക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ലൈബിലിറ്റികൾക്കും ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിലായിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും. 2013-ത്തെ ക്ലോസിംഗ് ആയിരിക്കും 14-ത്തെ ഓപ്പണിംഗ് ആയിട്ട് വരിക അല്ലേ? ഒരു വർഷത്തെ ക്ലോസിംഗ് ആണ് നെക്സ്റ്റ് ഇയറിലത്തെ ഓപ്പണിംഗ് ആയിട്ട് വരിക. ഇവിടെ 2 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ 2013-ത്തെ ക്ലോസിംഗ് നമുക്ക് എന്ത് ചെയ്യാം? 14-ത്തെ ഓപ്പണിംഗ് ആയിട്ട് എഴുതാം. അപ്പോൾ ആ എമൗണ്ട് ആണ് നമ്മുടെ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ലൈബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം 1,20,000. ഓക്കെ, അപ്പം തന്നെ എന്ത് ചെയ്താൽ ആ കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ക്രെഡിറ്റ് ആയാൽ ക്ലോസിംഗ് എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 90,000 എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് അക്കൗണ്ട്. നമ്മൾ ആദ്യത്തെ പ്രോബ്ലമാണ് അക്കൗണ്ട് മെത്തേഡ് ആദ്യമായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോണത്. P&L അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ആദ്യം പോസ്റ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതാം. ദെൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഐറ്റംസ് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഡെബിറ്റ് ചെയ്യുക, എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും ക്രെഡിറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഇത് ചെയ്യാനുള്ളൂ. നമ്മുടെ അവിടെ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്ന പോലെ ഇവിടെ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഡെബിറ്റ് ചെയ്യുക. ഇൻകംസ് ലെസ് ചെയ്യുന്ന പോലെ ഇവിടെ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നുമില്ല. അപ്പോൾ ക്രെഡിറ്റ് സൈഡിന് വേറെ ഒന്നും വരില്ല. ദെൻ ഡെബിറ്റ് സൈഡ് നേരത്തെ കണ്ടുപിടിച്ച എല്ലാ ഐറ്റംസും എഴുതാം. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഉണ്ട് ഒരു 10,000. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ഉണ്ട് 5,000. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 10,000. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 12,000. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 30,000. ആ ഫിഗേഴ്സിൽ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പോൾ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല. ഇനി നമുക്ക് അക്കൗണ്ട് ടാലി ചെയ്യാം. എപ്പോഴും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതേസമയം നമുക്ക് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലോസ് ഫ്രം ഓപ്പറേഷനാണ്. നമുക്ക് ലാഭമല്ല ഉണ്ടായേക്കുന്നത്, നഷ്ടമാണ് ഉണ്ടായേക്കുന്നത്. ഒട്ടുമിക്ക പ്രോബ്ലത്തിലും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് വരിക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഡെബിറ്റ് സൈഡ് ആദ്യം തന്നെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ 1,57,000 കിട്ടും. ദെൻ അപ്പുറത്ത് 1,20,000 ഉള്ളൂ. ബാലൻസിങ് ഫിഗർ 37,000 ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ട് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുക. ആദ്യം നെറ്റ് പ്രോഫിറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല, അപ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ക്ലോസിംഗ് ബാലൻസ് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് നെക്സ്റ്റ് ഇയറിലത്തെ ഓപ്പണിംഗ് ആയിട്ട് എടുത്തിട്ട് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത്.
പിന്നെ ഏതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യുക, ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. മോസ്റ്റ് പ്രോബബ്ലി ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതാണ് നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് ആയാലും ശരി, അക്കൗണ്ട് മെത്തേഡ് ആയാലും ശരി, കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കണം. നോക്കി നോക്കിയാൽ നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം എത്ര തന്നെ കണ്ടുപിടിച്ചാൽ 37,000 തന്നെയാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ അക്കൗണ്ട് പ്രകാരം നമുക്ക് കിട്ടിയ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 37,000 തന്നെയാണ്. ഏത് മെത്തേഡ് യൂസ് ചെയ്താലും സെയിം എമൗണ്ട് തന്നെ കിട്ടും. പക്ഷേ മെത്തേഡിൻ്റെ പ്രിപ്പറേഷനിൽ ഇത്തിരി വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അണ്ടർ അക്കൗണ്ട് മെത്തേഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് മെത്തേഡിൽ കൂടെ തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതന്നെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സാലറി, റെൻറ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ, റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രപ്പോസ് ഡിവിഡൻഡ്, നെറ്റ് പ്രോഫിറ്റ്. അപ്പുറത്ത് ഗ്രോസ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അത്രയ്ക്ക് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും മാത്രമാണ് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി അപ്പോൾ നോക്കുക, സാലറി എടുക്കേണ്ട ആവശ്യം ഇല്ല, അത് ഓപ്പറേറ്റിംഗ് ആണ്. റെൻറ്റ് എടുക്കേണ്ട ഓപ്പറേറ്റിംഗ് ആണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എടുക്കേണ്ട, അതും ഓപ്പറേറ്റിംഗ് ആണ്. ഡിപ്രീസിയേഷൻ എടുക്കണം, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എടുക്കണം, പ്രൊവിഷൻ ഫോർ ടാക്സ് എടുക്കണം, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് എടുക്കണം, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എടുക്കണം. പിന്നെയുള്ളത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. നമ്മൾ ഏത് മെത്തേഡിൽ കൂടി ചെയ്യുന്നത്? അക്കൗണ്ട് മെത്തേഡിൽ കൂടിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം എന്തെന്ന് എഴുതും? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി എന്ന് കൊണ്ട് അത് എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ എന്താണ്? അക്കൗണ്ട് മെത്തേഡാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 44,400 ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. അത് ഓപ്പണിംഗ് ആയിരിക്കോ ക്ലോസിംഗ് ആയിരിക്കോ? അത് ക്ലോസിംഗ് ആണ്. കാരണം ഏറ്റവും അവസാനത്തെ തുടക്കത്തിൽ എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്. അത് പിന്നെ കൊണ്ടുവന്നപ്പോഴാണ് അത് പിന്നെ അതിൽ നിന്ന് ഓപ്പറേറ്റിംഗും നോൺ ഓപ്പറേറ്റിംഗും ഒക്കെ ലെസ് ചെയ്തപ്പോഴാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ക്ലോസിംഗ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ചില പ്രോബ്ലത്തിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പറയും. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് ആ അക്കൗണ്ടിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് മാത്രമുള്ള? ക്ലോസിങ് മാത്രമുള്ള, ഓപ്പണിങ് ഇല്ല. അപ്പം ചെയ്യുന്ന ഗ്രോസ് പ്രോഫിറ്റ് ഒരിക്കലും ഓപ്പണിംഗ് ആയിട്ട് ഇടാനായിട്ട് പാടില്ല കേട്ടോ. ഈ അക്കൗണ്ടിൽ നമ്മൾ P&L അക്കൗണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഗ്രോസ് പ്രോഫിറ്റ് വരില്ല. നെറ്റ് പ്രോഫിറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ ഏറ്റവും അവസാനം ഈ എമൗണ്ട് എഴുതാം. ഞാൻ അപ്പുറത്തെ സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻകം ആണ് എടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്തതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട. ബാക്കിയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് മെത്തേഡ് പ്രകാരം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അക്കൗണ്ട് വരയ്ക്കുക. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് നമ്മൾ ആദ്യം ഏതാണ്? ഡിപ്രീസിയേഷൻ ഉണ്ട്. അതിൻ്റെ മുകളിലത്തെ 3 ഐറ്റംസ് നമുക്ക് ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഏതാ? 11,500. ദെൻ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 6,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 10,000, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് 3,400, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 9,000. പിന്നെ നെറ്റ് പ്രോഫിറ്റ് എന്നല്ല എഴുതുക, നമ്മൾ തന്നെ എഴുതണം ബാലൻസ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് ആയ 44,400 നമ്മൾ എഴുതുക. ഓക്കെ, ദെൻ അപ്പുറത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഗ്രോസ് പ്രോഫിറ്റ് ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതാനായിട്ട് പാടില്ല. പിന്നെയുള്ളത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 2 ഐറ്റംസ് വരും. ഇനി വേറെ ഒന്നുമില്ല, എക്സ്പെൻസസും എഴുതി ഇൻകംസും എഴുതി. ഇനി ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡ് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, എനിക്കിതും ബാലൻസിങ് ഫിഗർ എവിടെ വരുള്ളൂ? ക്രെഡിറ്റ് സൈഡിലേ വരുള്ളൂ. അപ്പോൾ ആദ്യം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 84,300 കിട്ടും. അതിൽ നിന്ന് ആ 2 ഐറ്റംസ് ലെസ് ചെയ്താൽ ബാക്കി ബാലൻസിങ് ഫിഗർ ആയിട്ട് 73,300 കിട്ടും. അതാണ് നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് അക്കൗണ്ട് മെത്തേഡിൽ കൂടെ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അതിൽ കൂടെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയൊരു പ്രോബ്ലമാണ്. ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2,500, ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 1,000. കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. അതിൽ 2 ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് എക്സ്ട്രാ. 2015-ലെയും 16-ലെയും P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിട്ടുണ്ട്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്? പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ടാക്സ് പെയ്ഡും തന്നിട്ടുണ്ട്, ഡിവിഡൻഡ് പെയ്ഡും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അതുപോലെ ആ വർഷത്തെ ടാക്സ് പെയ്ഡും അതുപോലെ ആ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡും തന്നിട്ടുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, അതിലെ എമൗണ്ട് വിത്ത് കാൽക്കുലേഷൻ വേണം. ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ സാധാരണ ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പ്രകാരം ആ അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ലയെന്ന് നോക്കുക. അതായത് ടേബിളിലല്ലാണ്ട് അതിന് മുകളിൽ തന്നിട്ടില്ല ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയറും ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയറും ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത പോലെ കമ്പയർ ചെയ്തിട്ട് നോക്കുക. പി എൻ എൽ അക്കൗണ്ട് എന്താ ഡിഫറൻസ് എമൗണ്ട് ആയി 30,000 നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സ് 10,000 ഉണ്ടായിരുന്നു, അതിൽ 15,000 ആയിട്ട് കൂടി, അതിൻ്റെ അർത്ഥം പുതുതായിട്ട് 5,000 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രപ്പോസൽ ഡിവിഡൻഡ് കറണ്ട് ഇയർ പ്രപ്പോസൽ ഡിവിഡൻഡ് അത് മാത്രം എടുക്കണോ, 5,000 നമ്മൾ എടുക്കില്ല, 10,000 എടുക്കണം. ആ രീതിയിൽ ചെയ്യാമായിരുന്നു. എങ്ങനെ, നമ്മുടെ മുകളിലത്തെ 2 ഡീറ്റെയിൽസ് തന്നിട്ടില്ലെങ്കിൽ. പക്ഷെ ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നതുകൊണ്ട് ആ രീതിയിൽ എടുത്താൽ പോരാ, നമ്മൾ ഈ 2 എണ്ണത്തിനെയും സെപ്പറേറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ആക്ച്വൽ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഡിഫറൻസ് എമൗണ്ട് അല്ല കിട്ടുക. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ 2 കൊല്ലത്തെ ഡീറ്റെയിൽസ് മാത്രം തന്നു എന്ന് വെച്ചാൽ നമ്മളിന്ന് ആദ്യം ചെയ്തോണം അതുപോലത്തെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അതിൻ്റെ ഒപ്പം അഡീഷണൽ ഇൻഫർമേഷൻ ആ ഐറ്റത്തിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതായത് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ടാക്സ് പേ ഡ്യൂറിങ് ദ ഇയർ ആയിട്ട് വരിക. അതുപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ഒരു എൻട്രിയാണ് ഡിവിഡൻഡ് പേ ഡ്യൂറിങ് ദ ഇയർ വരിക. അങ്ങനെ 2 അഡീഷണൽ ഇൻഫർമേഷൻ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെയും അതുപോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെയും സെപ്പറേറ്റ് അക്കൗണ്ട്സ് വരച്ചിട്ട് അതിൻ്റെ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുക, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്. ആദ്യം അതല്ല, അപ്പോൾ ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യനിൽ 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് 2015-ലെയും 2016-ലെയും. അപ്പോൾ ഒന്ന് ഓപ്പണിംഗ് ആയിട്ട് എടുക്കുക, ഒന്ന് ക്ലോസിംഗ് ആയിട്ട് എടുക്കുക. 2015-ലത്തെ ഓപ്പണിങ്ങും 16-ലത്തെ ക്ലോസിങ്ങും. ദെൻ പ്രൊവിഷൻസ് ഒക്കെ സാധാരണ ഇവിടെ വരാറ് ലയബിലിറ്റി സൈഡിലാണ് വരാറ്. എല്ലാ ലയബിലിറ്റികളുടെയും ഓപ്പണിംഗ് ബാലൻസ് എന്തായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ എഴുതുക. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയ 10,000 എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് ആയ 15,000 കുറച്ച് താഴെയായിട്ട് എഴുതാം. ഇനി ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഉണ്ട്. നമ്മൾ അന്ന് കറണ്ട് അക്കൗണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സ് പെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു, ആ പ്രൊവിഷനിൽ നിന്ന് കുറച്ച് എമൗണ്ട് ടാക്സ് കൊടുത്തു. അപ്പോൾ പ്രൊവിഷനിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് ടാക്സ് കൊടുക്കുമ്പോൾ പ്രൊവിഷൻ കുറയാണ് ചെയ്യുക, അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ആ പ്രൊവിഷനിൽ നിന്ന് എത്ര രൂപയാണ്, 2,500 റുപ്പീസ് എടുത്തിട്ടാണ് നമ്മൾ ടാക്സ് കൊടുത്തത്. അപ്പം നമ്മുടെ പ്രൊവിഷനിൽ നിന്ന് ടാക്സ് എടുത്ത് കൊടുക്കുമ്പോൾ പ്രൊവിഷൻ കുറഞ്ഞു. പ്രൊവിഷൻ എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് കൂട്ടണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ അസറ്റ് അങ്ങനെയല്ല, അസറ്റ് പർച്ചേസ് ചെയ്താൽ അസറ്റ് കൂടി, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാറ്. അതുപോലെ ഇവിടെ പ്രൊവിഷന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് കൂട്ടണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് തന്നെ ചെയ്യണം. പക്ഷേ ടാക്സ് പേ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, പ്രൊവിഷൻ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് കൊടുത്തത്, 2,500 ആണ് നമ്മൾ ടാക്സ് കൊടുത്തത്, അതെഴുതി. ടാക്സ് പെയ്ഡ് 2,500. ഇനി ടാക്സ് റിലേറ്റഡ് ഒരു ഡീറ്റെയിൽസും ഈ ക്വസ്റ്റ്യനിലില്ല. നമുക്കപ്പോൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡിൽ നമുക്ക് 17,500 കിട്ടും. ക്രെഡിറ്റ് സൈഡിൽ ആകെ 10,000 ഉള്ള ബാലൻസിങ് ഫിഗർ എത്രയാണ്, 7,500 ആണ്. അതാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്തായിട്ട് എടുക്കേണ്ടത്, പ്രൊവിഷൻ ഫോർ ടാക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചത്. ഇനി ഒന്ന് നോക്കിയാൽ നമ്മൾ ഈ അക്കൗണ്ട് വരയ്ക്കാണ്ട് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത പോലെ ഡിഫറൻസ് എമൗണ്ട് മാത്രം എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എത്ര എടുക്കുമായിരുന്നല്ലോ, 5,000 എടുക്കുമായിരുന്നു. ഡിഫറൻസ് എമൗണ്ട് 10,000 15,000 ആയിട്ട് കൂടി. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, 5,000 റുപ്പീസ് നമ്മൾ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 5,000 മാത്രം എടുക്കുള്ളൂ. പക്ഷേ അഡീഷണൽ ഇൻഫർമേഷൻ തന്നത് കൊണ്ടാണ് എമൗണ്ട് എത്രയായിട്ട് മാറിയത്, 7,500 ആയിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചിട്ട് വേണം എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഇനി അതുപോലെ നമുക്ക് രണ്ടാമത്തെ അക്കൗണ്ട് വരയ്ക്കാം. സെക്കൻഡ് മെത്തേഡ് എന്താണ്, ഞാൻ അടുത്ത് എന്താ തന്നിരിക്കുന്നത്, പ്രപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ്. അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻ്റ് അക്കൗണ്ട് വരയ്ക്കുക. രണ്ടിനും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റും എവിടെ വരാറ്, ലയബിലിറ്റി സൈഡിലാണ് വരാറ്. അതിൻ്റെ ഓപ്പണിംഗ് അപ്പോൾ എന്തായിരിക്കും, ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് എമൗണ്ട് ആയ 5,000 എന്ന് എഴുതാം. ദെൻ ക്ലോസിംഗ് ഡെബിറ്റ് സൈഡിലായിരിക്കും. പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് എമൗണ്ട് ആയ 10,000 എഴുതാം.
പിന്നെ എന്താ തന്നിരിക്കുന്നത് അവിടെ ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്. നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അല്ല വരയ്ക്കുന്നത്, അവിടെ ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്. ആ ഡിവിഡൻഡ് പെയ്ഡിന് എന്ത് വേണം, നമ്മൾ എത്രയാണ് നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞത് 1000 rupees ആണ്. ഞാൻ നേരത്തെ ടാക്സ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ പ്രപ്പോസ്ഡ് ഡിവിഡൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഡിവിഡൻഡ് പേ ചെയ്യുക. അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡിൽ നിന്ന് ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എമൗണ്ട് കുറയ്ക്കണം. ക്രെഡിറ്റ് ബാലൻസിൽ അത് കുറയ്ക്കാനായിട്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അപ്പുറത്ത് ഡെബിറ്റ് സൈഡിൽ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 1000 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പണിംഗ് എഴുതി, ക്ലോസിംഗ് എഴുതി, ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെയും എൻട്രി എഴുതി. ഇനി പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. ഡെബിറ്റ് സൈഡിൽ എത്ര വരും, നമുക്ക് 11,000 വരും. ദെൻ അപ്പുറത്ത് 5,000 മാത്രമുള്ളൂ. അപ്പോൾ ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും, 6,000 ആയിരിക്കും നമ്മുടെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. നമ്മളിനി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ട് 6,000 എടുക്കണം. നേരത്തെ പോലെ നമ്മൾ ഡിഫറൻസ് എമൗണ്ട് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എത്ര എടുക്കുമായിരുന്നുള്ളൂ, 5,000 എടുക്കുമായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ തെറ്റിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 2 അക്കൗണ്ടുകൾ വരച്ചിട്ട് രണ്ടിൻ്റെയും എമൗണ്ടുകൾ കണ്ടുപിടിച്ചു. ഇനി എളുപ്പമാണ്. നമ്മളോട് ഏത് മെത്തേഡ് പ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം നമ്മളോട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എളുപ്പമാണ്. ആകെ 2 ഐറ്റംസാണ് വരുള്ളൂ. നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ആദ്യം എന്ത് വെച്ച് തുടങ്ങണം, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും. നമ്മൾ അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി. P&L അക്കൗണ്ടിന് പിന്നെ പ്രത്യേകിച്ച് അക്കൗണ്ട് വരയ്ക്കേണ്ട, കാരണം അതിനെക്കുറിച്ച് വേറെ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിച്ചാൽ മതി. 50,000 എന്നുള്ളത് 80,000 ആയിട്ട് കൂടി, അതായത് 30,000 നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് 30,000 എന്ന് എഴുതാം. ദെൻ ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ആകെ 2 ഐറ്റംസ് ഉള്ള പ്രൊവിഷൻ ഫോർ ടാക്സും പ്രപ്പോസ്ഡ് ഡിവിഡൻഡും. ഇപ്പോൾ നമ്മൾ വരച്ച 2 അക്കൗണ്ടുകളുടെയും ബാലൻസിങ് ഫിഗർ എടുത്ത് എഴുതുക. പ്രൊവിഷൻ ഫോർ ടാക്സ് 7,500ഉം പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 6,000ഉം. വേറെ ഒന്നും നമുക്ക് ആ പ്രോബ്ലത്തിൽ ചെയ്യാനില്ല. ടോട്ടൽ ചെയ്യുക, ഔട്ടറിലേക്ക് എടുത്ത് എഴുതുക 13,500. ആ ക്വസ്റ്റ്യനിൽ വേറെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും ലെസ് ചെയ്യാനില്ല. ആ 2 എമൗണ്ടും കൂടി ആഡ് ചെയ്തിടുക. അങ്ങനെ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്ര കിട്ടും, 43,500 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ വന്നാൽ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെ ഐറ്റത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസിങ് ഫിഗറാണ് നമ്മൾ ആ എമൗണ്ടായിട്ട് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.